ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ കോഡിലൂടെ കേരളത്തെക്കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ ക്ലാസ്സുകൾ കാണുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. ഇസ്രായേലിൻ്റെ ആദ്യ ബഹിരാകാശ ദൂരദർശിനി ദൗത്യം അൾട്രാസാറ്റ്. ഇസ്രായേലിൻ്റെ ആദ്യ ബഹിരാകാശ ദൂരദർശിനി ദൗത്യം അൾട്രാസാറ്റ്. നാസയുടെ പുതിയ ശാസ്ത്ര മേധാവി നിക്കോള ഫോക്സ്. നാസയുടെ പുതിയ ശാസ്ത്ര മേധാവി നിക്കോള ഫോക്സ്. ബ്രിട്ടൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വടക്കൻ അയർലൻഡിലേക്കുള്ള ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനുള്ള സുപ്രധാന ഉടമ്പടി വിൻസർ എഗ്രിമെൻറ്റ്. ബ്രിട്ടൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വടക്കൻ അയർലൻഡിലേക്കുള്ള ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനുള്ള സുപ്രധാന ഉടമ്പടി വിൻസർ എഗ്രിമെൻറ്റ്. കുവൈത്തിൻ്റെ പ്രധാനമന്ത്രിയായി വീണ്ടും ചുമതലയേറ്റ വ്യക്തി ഷെയ്ഖ് അഹമ്മദ് നവാഫ് അൽ സബാഹ്. കുവൈത്തിൻ്റെ പ്രധാനമന്ത്രിയായി വീണ്ടും ചുമതലയേറ്റ വ്യക്തി ഷെയ്ഖ് അഹമ്മദ് നവാഫ് അൽ സബാഹ്. ടെന്നീസ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ലോക 1-ാം നമ്പർ റാങ്കിൽ തുടർന്ന താരം നൊവാക് ജോക്കോവിച്ച്. ടെന്നീസ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ലോക 1-ാം നമ്പർ റാങ്കിൽ തുടർന്ന താരം നൊവാക് ജോക്കോവിച്ച്. അടുത്തിടെ അന്തരിച്ച ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം എന്ന റെക്കോർഡിനുടമയായ ഫ്രഞ്ച് ഫുട്ബോളർ ജസ്റ്റ് ഫോണ്ടെയിൻ. അടുത്തിടെ അന്തരിച്ച ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം എന്ന റെക്കോർഡിനുടമയായ ഫ്രഞ്ച് ഫുട്ബോളർ ജസ്റ്റ് ഫോണ്ടെയിൻ. 2022 മികച്ച ഫുട്ബോളർക്കുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ താരം ലയണൽ മെസ്സി. 2022 മികച്ച ഫുട്ബോളർക്കുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ താരം ലയണൽ മെസ്സി. മികച്ച വനിതാ ഫുട്ബോളർക്കുള്ള ഫിഫ പുരസ്കാരം തുടർച്ചയായ 2-ാം വർഷവും നേടിയ താരം അലക്സിയ പ്യൂട്ടയാസ്. മികച്ച വനിതാ ഫുട്ബോളർക്കുള്ള ഫിഫ പുരസ്കാരം തുടർച്ചയായ 2-ാം വർഷവും നേടിയ താരം അലക്സിയ പ്യൂട്ടയാസ്. ഇന്ത്യയുമായി ചേർന്ന് സ്റ്റാർട്ടപ്പുകൾ പ്രോത്സാഹിപ്പിക്കാനുള്ള സ്റ്റാർട്ടപ്പ് ബ്രിഡ്ജിന് രൂപം നൽകിയ രാജ്യം ഇറ്റലി. ഇന്ത്യയുമായി ചേർന്ന് സ്റ്റാർട്ടപ്പുകൾ പ്രോത്സാഹിപ്പിക്കാനുള്ള സ്റ്റാർട്ടപ്പ് ബ്രിഡ്ജിന് രൂപം നൽകിയ രാജ്യം ഇറ്റലി. ഇന്ത്യയുടെ ഈ വർഷത്തെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 5.5% പുനർനിർണയിച്ച രാജ്യാന്തര ക്രെഡിറ്റ് റേറ്റിംഗ് സ്ഥാപനം മൂഡീസ്. ഇന്ത്യയുടെ ഈ വർഷത്തെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 5.5% പുനർനിർണയിച്ച രാജ്യാന്തര ക്രെഡിറ്റ് റേറ്റിംഗ് സ്ഥാപനം മൂഡീസ്. 95ാമത് ഓസ്കാർ അവാർഡ് ദാന ചടങ്ങിൽ അവതാരകയായ ഇന്ത്യൻ നടി ദീപിക പദുക്കോൺ. 95ാമത് ഓസ്കാർ അവാർഡ് ദാന ചടങ്ങിൽ അവതാരകയായ ഇന്ത്യൻ നടി ദീപിക പദുക്കോൺ. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കെതിരെയുള്ള പരാതികൾ പരിശോധിക്കാൻ ആരംഭിച്ച പോർട്ടൽ GAC പോർട്ടൽ. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കെതിരെയുള്ള പരാതികൾ പരിശോധിക്കാൻ ആരംഭിച്ച പോർട്ടൽ GAC പോർട്ടൽ. പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് ഇസ്രോ നശിപ്പിച്ച ഉപഗ്രഹം മേഘ ട്രോപിക്സ് 1. പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് ഇസ്രോ നശിപ്പിച്ച ഉപഗ്രഹമാണ് മേഘ ട്രോപിക്സ് 1. സശസ്ത്ര സീമാബൽ SSB അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ രശ്മി ശുക്ല. സശസ്ത്ര സീമാബൽ SSB അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ രശ്മി ശുക്ല. ഇന്ത്യൻ എയർഫോഴ്സ് മിസൈൽ സ്ക്വാഡ്രണിൻ്റെ ആദ്യത്തെ വനിതാ കമാൻഡിംഗ് ഓഫീസർ ഷാലിസ ധാമി. ഇന്ത്യൻ എയർഫോഴ്സ് മിസൈൽ സ്ക്വാഡ്രണിൻ്റെ ആദ്യത്തെ വനിതാ കമാൻഡിംഗ് ഓഫീസർ ഷാലിസ ധാമി. ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് CGA SS ദുബെ. ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് CGA SS ദുബെ. രാജ്യാന്തര വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതാ ജീവനക്കാർക്ക് അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം തെലങ്കാന. രാജ്യാന്തര വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതാ ജീവനക്കാർക്ക് അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം തെലങ്കാന. 2023 കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയ വ്യക്തി പയ്യന്നൂർ കുഞ്ഞിരാമൻ. 2023 കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയ വ്യക്തി പയ്യന്നൂർ കുഞ്ഞിരാമൻ. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.